നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ മഹാരാജ്യം തിരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും ചൂടേറിയ ചർച്ചകൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുന്നു അങ്ങോളം ഇങ്ങോളം. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിച്ച് തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ കേരളത്തിലും ചില്ലറയല്ല ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത് കൂടുതൽ കൊഴുക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ഇന്ന് നമ്മുടെ വേദിയിൽ സ്പെഷ്യൽ അതിഥിയായി എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരൂപകൻ ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് PH സനൽകുമാർ. ഇരുവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത് കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ചാണ്. ടിപ്പു സുൽത്താൻ പടനയിച്ച വീരഭൂമി, സപ്തഭാഷകൾ സംസാരിക്കുന്ന നാട്, ബേക്കൽ ഉൾപ്പെടെ ചരിത്രപ്രസിദ്ധമായ കോട്ടകളുടെ ദേശം. രാഷ്ട്രീയമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നമുക്ക് മുന്നിലേക്ക് വെച്ച നാട്. പരിശോധിക്കാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയെന്ന്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലി, കാസർഗോഡ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റം. നമ്മളെപ്പോഴും പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയെന്ന്. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത് കൊല്ലത്ത് നിന്നും നേരെ കാസർഗോഡേക്ക് പോയ ഒരാൾ വിജയം നേടി, രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇരുവട്ടം മണവാട്ടി എന്നുള്ള സിനിമയുണ്ട്, അതിൽ കൊച്ചി ഹനീഫ അവതരിപ്പിക്കുന്ന ക്യാരക്ടറുണ്ട്. അയാൾ ഈ കണ്ണൂരെ അയാളുടെ മരുമകൻ ഈ രാഷ്ട്രീയ സംഘർഷം ഇടപെട്ടു. അയാൾ തിരുവനന്തപുരത്ത് തന്നെയാണ് മരുമകൻ കുഞ്ചാക്കോവനെ ചെയ്യുന്നത്. അമ്മാവന് ഈ മരുമകൻ അന്വേഷിച്ച് അവിടെ പോകുന്നതും ഒക്കെയാണ് അതിലൊരു കഥ. കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട സിനിമയാണ്, അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുപോലെയാണ് ഉണ്ണിത്താൻ ചേട്ടൻ്റെ കാര്യം. ബേസിക്കലി ആ ക്യാരക്ടറിനെ കണ്ടാൽ ഉണ്ണിത്താൻ ചേട്ടനെ ബേസ് ചെയ്തുണ്ടാക്കിയാൽ നമുക്ക് തോന്നിപ്പോകും. അപ്പം ഉണ്ണിത്താൻ ചേട്ടൻ ജീവിതമായിട്ട് ബന്ധപ്പെട്ട മുണ്ട് പറക്കില്ല സംഭവം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അതുപോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നി ഉണ്ണിത്താൻ ചേട്ടൻ്റെ നിയോഗം പോലെയാണ് അവിടെ ഇന്ന് മത്സരിക്കുന്നത്. പൊതുവേ മലബാറുകാർക്കൊരു പ്രശ്നം വെച്ചാൽ തിരുവിതാംകൂറിൽ നിങ്ങൾ കൊള്ളാവുന്ന ഒരാളെ സ്ഥാനാർത്ഥിയൊക്കെ ജയിക്കും. അങ്ങനെയാണ് ശശി തരൂരൊക്കെ കർണാടക ഇവിടെ ജയിക്കുന്നത്, ശശി തരൂർ ജയിക്കുന്നത്. മലബാറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് കൺസർവേറ്റീവ് റിജിഡാണ്. അതായത് നാട്ടുകാരല്ലാതെ പുറത്തൊരാളൊക്കെ അംഗീകരിക്കാൻ കുറച്ച് പാടാണ്. ഉണ്ണിത്താൻ ചേട്ടൻ എനിക്കിപ്പോൾ ഓർമ്മ, ഞങ്ങളെല്ലാം സുഹൃത്തുക്കളാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ്റെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനം തൊട്ട് മുമ്പ് ഞാനന്ന് ചേർത്തല ജോലി ചെയ്യുമ്പോൾ ചെയ്യുകയാണ്. അപ്പം ജൻഷാദിയിൽ ഉണ്ണിത്താൻ ചേട്ടൻ എറണാകുളത്തേക്ക് പോന്നു, ഞാനും ചേർത്തലയ്ക്ക് പോന്നു. ഞാൻ ചോദിച്ചു ചേട്ടാ എന്തൊക്കെ സ്ഥിതി? അപ്പം എന്നോട് നേടാ അവർ വടകര മത്സരിക്കാൻ പോകുന്നു. ഞാൻ മത്സരിക്കണ്ട, വടകര നിങ്ങൾ ഇനി തോറ്റാണ് നമുക്ക് താല്പര്യമില്ല. എന്നോട് അത് ഞാനും ആലോചിക്കുന്നു. ഭയങ്കര മാത്രമല്ല അതിന് ഭയങ്കര ഫിനാൻസ് വേണം, നമ്മളതിലറിയാം, നിനക്കറിയാമല്ലോ, നാട്ടുകാർ പറയുന്നത് നമ്മളതിന് 5 വയസ്സില്ല, നിനക്കറിയാമല്ലോ. പിന്നെ കേട്ടു ചേട്ടൻ കാസർഗോഡ് മത്സരിക്കുന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇത് എന്താണ് സംഭവം? അല്ല, വടകരേനെക്കാട്ടും സാധ്യത കുറഞ്ഞ സ്ഥലമാണ് ഈ കാസർഗോഡ്. CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ള, വടകരയൊപ്പം തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ മൂപ്പരങ്ങ് പോയി നിന്നായിരിക്കും ഓളത്തിന്. തീർത്തും നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു റിസൾട്ടാണ് അവിടെ വന്നത്. പക്ഷേ മൂപ്പർക്ക് എന്തോ അവിടെ ഈ 2 സ്ഥലത്ത് മുമ്പ് തലശ്ശേരി മത്സരിച്ചപ്പോൾ കൊടിയേരിനെ മണ്ഡലത്തിൽ കെട്ടിട്ടിട്ടുണ്ട് മൂപ്പർ. തെക്ക് മത്സരിക്കുന്ന ഉണ്ണിത്താൻ ഇല്ലാത്ത എന്തോ ഒരു കോൺഫിഡൻസ് വടക്കെത്തുമ്പോൾ ഉണ്ണിത്താനുണ്ട്. അതൊരു പക്ഷേ ഉണ്ണിത്താൻ്റെ സ്വഭാവം വടക്കിന് പറ്റിയായതാണ്. അടിക്കടി, വാട പോട, അങ്ങനെ വളരെ പച്ചയായ മനുഷ്യനാണ് ഉണ്ണിത്താൻ ചേട്ടൻ. അതിന് പറ്റിയൊരു മണ്ഡലമായതുകൊണ്ടായിരിക്കും ആ രീതി അത് ജനങ്ങളുമായിട്ട് ഇടപെടുന്നത്. പിന്നെ ഉണ്ണിത്താൻ ചേട്ടൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എതിർപ്പ് കൂടുമ്പോൾ മൂപ്പർ കൂടുതൽ ശക്തിപ്പെടും. ചർച്ചയെ തന്നെ നോക്കിയാൽ നിങ്ങൾ വെറുതെ മൂപ്പരെ അലോസരപ്പെടുത്താനെന്നാൽ മൂപ്പര് വലിയ സംഭവമല്ല, ഒരു വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വെറുതെ തോണ്ടി നോക്കിയാൽ മതി, ഉണ്ണിത്താൻ ചേട്ടൻ തനി സ്വഭാവം പുറത്ത് വരും. പിന്നെ ചാനൽ ഒരു ഫ്ലോർ തന്നെ ഭയങ്കര വൈബ്രൻ്റ് ആവും. അതുപോലെ ഉണ്ണിത്താൻ ചേട്ടൻ അവിടെ ഇവിടുന്ന് സ്ഥാനാർത്ഥിയായി അവിടെ പോയപ്പം തന്നെ അവിടെ ലോക്കലായിട്ട് സ്ഥാനാർത്ഥിനെ വേണമെന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമായിരുന്നു. അതായത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ കല്ലുകടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ മൂപ്പര് മാത്രമല്ല, എന്നാൽ അവിടെ ആരോട് ചൂടാകുകയൊക്കെ ചെയ്തു. ഇതൊക്കെ വലിയ ന്യൂസ്. ഈ നെഗറ്റീവ്സ് എന്നാണ് ഉണ്ണിത്താൻ ചേട്ടൻ തുടങ്ങുന്നത്. പക്ഷേ ഇത് റോൾ ഓൺ ചെയ്ത് തുടങ്ങിയ സമയത്ത് ആണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, അതിനൊരു ഇമ്പാക്റ്റ് അവിടെയും വന്നു. പിന്നെ ശബരിമല വിഷയം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ നിയോജകമണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഈ മഞ്ചേശ്വരം ആൻഡ് കാസർഗോഡ്, നമ്മളിപ്പോൾ ഒരു വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രതീതിയാണ് ഇപ്പോഴും കാസർഗോഡ് കാഴ്ചവെക്കുന്നത്, അല്ലേ? നമുക്കിപ്പോൾ ഈ രാഹുൽ ഗാന്ധി, ശബരിമല, ഈ 2 വിഷയങ്ങളും അവിടെ പ്രതിഫലിച്ചു എന്ന് നമുക്കറിയാം. അല്ല, രാഹുൽ ഗാന്ധി പ്രതിഫലിച്ചിട്ട് ശബരിമലയും പ്രതിഫലിക്കും. മഞ്ചേശ്വരം, കാസർഗോഡ്, ഇത് രണ്ടുമാണ് UDF-ൻ്റെ കയ്യിലുള്ളത്. ഇത് UDF-ൻ്റെ കയ്യിലാണെങ്കിൽ പോലും 15,000 വോട്ടൊക്കെയാണ് അവിടെ ഒരു ശരാശരി അല്ലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഭൂരിപക്ഷം. ഇതേ ഒരു കയ്യിലുള്ളൂ. LDF-ൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങൾ നോക്കാം. കല്യാശ്ശേരി ഒടുക്കത്തെ ഭൂരിപക്ഷമാണ്, 60,000 നിയമസഭാ ഇലക്ഷന് കിട്ടുന്നത്. അത് ഉണ്ണിത്താൻ ചേട്ടൻ 20,000 കുറച്ചു.
പയ്യന്നൂർ 50,000 കിട്ടുന്ന സ്ഥലം ഉണ്ണിത്താൻ ചേട്ടൻ അതേപോലെ 15,000 കുറച്ചു. വേറെ ഒന്നുള്ളത് ഉദുമ, ഇതുപോലെ തന്നെ നല്ല മേൽക്കൈയുള്ള സ്ഥലമാണ്. വേറെ ഒന്നുള്ളത് കാഞ്ഞങ്ങാട്, പിന്നെ തൃക്കരിപ്പൂർ, നായനാരുടെയൊക്കെ സ്ഥലം. ഇതെല്ലാം തന്നെ LDF നല്ല വോട്ട് ബാങ്കുള്ള. നിങ്ങളീ പറയുന്ന CPM കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശം, കണ്ണൂർ എന്ന് നമ്മൾ മനസ്സിൽ വരുന്ന പ്രദേശങ്ങൾ പലതും ഈ കാസർഗോഡ് ജില്ലയിലാണ്. അതായത് കല്യാശ്ശേരി, ഈ പറയുന്ന പിന്നെ കാഞ്ഞങ്ങാട്, ഈ മണ്ഡലത്തിൽ പിന്നെ ഉദുമ, ഈ മണ്ഡലങ്ങളെല്ലാം കരിവള്ളൂർ പോലുള്ള പ്രദേശങ്ങൾ വരുന്നത്. അവിടെ തനി പാർട്ടി ഗ്രാമങ്ങൾ, ഞാനവിടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അവിടെ എന്തോ ഒരു യുവാക്കളുടെ ഇടയിൽ തെറ്റായ പ്രവണതകളൊക്കെ വരുന്നു ഒരു പാർട്ടി ഗ്രാമത്തിൽ. അപ്പോൾ ഞാനന്ന് ചാനൽ ചർച്ചയിൽ ശക്തമായി, ഞാൻ വന്ന ഇടതുപക്ഷക്കാരനായിട്ടാണല്ലോ, പിന്നാണല്ലോ ഞാൻ ചാനൽ ചർച്ച രാഷ്ട്രീയൻ്റെ പേഴ്സണലാക്കിയത്. അപ്പോൾ ആ സമയത്ത് എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നു അവിടുത്തെ SFI ലീഡർഷിപ്പ്. കാരണം നിങ്ങളെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങളവിടെ ഒന്ന് പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ പോയി പ്രസംഗിച്ചൊക്കെ വന്നു. നല്ല, പക്ഷേ അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഗ്രാൻഡായിട്ടുള്ള റിസപ്ഷനായിരിക്കും. നമുക്ക് ഭക്ഷണമൊക്കെ സദാ ചോറ്, നാട്ടിൻ പ്രദേശം, അവിടെ ചോറ് മീൻകറി. ഇവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുഴിമന്തിയൊക്കെ അല്ലേ തരിക. അങ്ങനെ ഒരു പ്രദേശം, പക്ഷേ ഭയങ്കര സ്നേഹമുള്ള, അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന അങ്ങനെ പ്രത്യേക ആളുകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കണ്ണൂർ എന്ന് കേട്ടിട്ടുള്ള ആ ഒരു സ്വഭാവ സവിശേഷത ഇപ്പോൾ കാസർഗോഡ് തലശ്ശേരി ധർമ്മടം എല്ലാം കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഈ പറഞ്ഞിട്ടുള്ള ഏരിയ. അപ്പോൾ അവിടെ പാർട്ടിയുടെ സ്ട്രോങ് ഹോളിലാണ്. ഈ സ്ട്രോങ് ഹോൾഡിലാണ് ഉണ്ണിത്താൻ ചേട്ടൻ ജയിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഉണ്ണിത്താൻ ചേട്ടൻ ജയിച്ചു? ഉണ്ണിത്താൻ ചേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒടുക്കത്തെ കള്ളവോട്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ മണ്ഡലങ്ങൾ 2 മണ്ഡലങ്ങളാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്, ഒന്ന് പയ്യന്നൂർ, ഒന്ന് കല്യാശ്ശേരി. എന്നിട്ട് ഞാൻ അവിടുത്തെ കള്ളവോട്ടൊക്കെ പിടിപ്പിച്ചു. അത് ശരിയാണ്, ഉണ്ണിത്താൻ ചേട്ടൻ അവിടെ ക്യാമ്പ് ചെയ്ത് കള്ളവോട്ട് പിടിപ്പിച്ചിട്ട് അവിടെ കള്ളവോട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ മുമ്പ് അവിടെ കേന്ദ്രസേന ഇലക്ഷൻ നിരീക്ഷിക്കാൻ വന്ന സമയത്ത് അന്ന് അതിൻ്റെ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് അന്വേഷണം വന്നാണ്, പക്ഷേ അന്വേഷണം എവിടെ എത്തിയില്ല. അസിസ്റ്റ് വോട്ട് നല്ല കള്ളവോട്ട് എടുക്കുക. ഇവർ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ കണ്ടല്ലോ, എല്ലാവരും ചെയ്യും. പക്ഷേ CPM കൂടുതൽ പാർട്ടി ഗ്രാമം, സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും. എങ്കിലും എങ്ങനെ ഈ 60,000 20,000 50,000 15,000 കുറയും? അവിടെയാണ് ശബരിമല. ഈ ശബരിമല, നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും തന്നെ ദൈവ നിഷേധികളൊന്നല്ല. നേതാക്കന്മാരോ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ നേതാക്കന്മാർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടായിരുന്നു നേതാക്കന്മാർ പലരും ആരും കാണാതെ ക്ഷേത്രത്തിലൊക്കെ 4ാം ജനറേഷൻ കഴിഞ്ഞു. അവർ വരെയായിരുന്നു ഈ പറയുന്നതിൻ്റെ മാതിരി. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ അത്യാവശ്യം വിശ്വാസികളാണ്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമല്ല. വീണ ജോധാരുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, നമുക്കറിയാലോ. അപ്പോൾ അതൊന്നും പാർട്ടിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് വെച്ചാൽ 2 കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തില്ലങ്കരി ചേട്ടൻ പറഞ്ഞ പോലെ, ഇവിടെ ജാതി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 3 ക്ഷേത്രങ്ങളാണ് എല്ലാ തരത്തിലുള്ള ജാതിക്കാർക്കും പ്രവേശനം ഉണ്ടായത്. 1 ശബരിമല, 2 പറശ്ശിനിക്കട, 3 മറ്റേ ഇളനീരാട്ടം നടക്കുന്ന ക്ഷേത്രം കണ്ണൂർ തന്നെയുള്ള ഈ 3 ക്ഷേത്രങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശബരിമല എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ, മലയാളികളുടെ ഒരു വികാരമാണ്. ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾക്കാർക്കും കയറണമെന്നൊരു നിർബന്ധമില്ല. കോടതി വിധി വന്നതെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എന്തോ ഒരു വാശി എന്ന പോലെയാണ് അവിടെ ഈ പറയുന്ന മുസ്ലിം പേരുള്ള പെൺകുട്ടി കയറുന്നു, വേറെ ഒരു യുക്തിവാദി കയറുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അത് ജനങ്ങളുടെ ഒരു മനസ്സിനെ വല്ലാതെ, സ്ത്രീകളെ ഭയങ്കരമായിട്ട് മുഖപ്പെടുത്തുന്നുണ്ടായി. ഇതിൻ്റെ ഒരു റിപ്പർക്കേഷൻ ഓൾ കേരള അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉണ്ണിത്താൻ ചേട്ടൻ കള്ളവോട്ട് പിടിപ്പിച്ചുകൊണ്ട് മാത്രം എത്ര കുറയില്ല. പിന്നെ 2 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ അന്ന് മോഡിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനായാലും കാസർഗോഡ് ഒരു വോട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് പോകണ്ട എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഉണ്ണിത്താൻ ചേട്ടൻ അന്നത്തെ സാഹചര്യത്തിൽ ജയിച്ചത്. ഈ ഉണ്ണിത്താനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പൊട്ടനിൽ ലോട്ടറി അടിച്ച പോലത്തെ ഒരു എഫക്റ്റാണ് തോന്നിയത്. കാരണം 40,000 വോട്ടിന് കാസർഗോഡ് പോലത്തെ ഒരു സ്ഥലത്ത്, അതും ഒരു ഇടതുപക്ഷ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ണിത്താനെ പോലത്തെ ഒരു നേതാവ്, ആ തരത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഇമേജുള്ള ഒരു നേതാവ് ജയിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി അടിക്കുന്ന പോലെ. പക്ഷേ ആ ലോട്ടറിക്ക് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ബേസ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസും, പിന്നെ ഒരു മോഡി 2 വേണ്ട എന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു വികാരമൊക്കെ ആയിരിക്കും. അത് ഉണ്ണിത്താന് ഗുണമായി എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വളരെ ശക്തമായ ഒരു സ്ഥലത്ത് അത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം. അതിപ്പോൾ മുസ്തഫ വന്നാലും, ഇനിയിപ്പോൾ അവിടെ ദിവ്യ വന്നാലും, PP ദിവ്യ വന്നാലും ഒക്കെ അത് ഇടതുപക്ഷത്തിന്, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് അനുകൂലമായ അല്ല. മണ്ഡലം നിലവിലുള്ള അരിത്തമാറ്റിക്കലി ഞാൻ പറഞ്ഞത് അരിത്തമാറ്റിക്കലി LDF അനുകൂലമാണ്. പക്ഷേ വേറെ ഇപ്പം VD സതീശൻ മത്സരിക്കുന്ന മണ്ഡലം ഉണ്ടല്ലോ, അത് ശരിക്കും LDF കോട്ടയാണ്. ബാബുവിൻ്റെത് LDF കോട്ടയാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. CPM പണിയൊക്കെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യും, പക്ഷേ ഈ മസിൽ പിടുത്തം കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പം രാജേട്ടനായിരുന്നു അന്ന് സതീശൻ്റെ മുമ്പ് MLA ആയിരുന്നത്. രാജേട്ടൻ നല്ല മനുഷ്യനാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ വർത്താനം കേട്ടാൽ നമുക്ക് ഭ്രാന്തായി പോകും. ഈ നടത്താൻ കണ്ട ഡബിൾ ഭ്രാന്താവും.
ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഈ സതീശനെ പോലുള്ള ആളുകളെ എത്തിയത്. ഇപ്പോൾ ഉണ്ണിത്താൻ ചേട്ടൻ അവിടെ, ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ CPM ലോക്കൽ നേതാവാണ് എന്നോട് പറഞ്ഞത്, ഈ എഫക്റ്റ് വ്യാപകമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒന്നെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് മുസ്തഫയെ ജയിക്കാനോ ചിലപ്പോൾ ഉണ്ണിത്താൻ ചേട്ടൻ നിലനിർത്താനോ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. നമുക്കിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം വോട്ട് മുസ്തഫയാണെങ്കിൽ ബൈഫക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മുസ്ലിം വോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് വോട്ട്, ഇതുപോലെ ഇത് നമുക്ക് ഗേജ് വെച്ച് അളക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഈ സൈക്കോളജിക്കൽ ഫാക്ടർ നമുക്ക് അളക്കണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് മാത്രമേ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ഒരു CPM ലോക്കൽ നേതാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നമ്മൾ അരിത്തമാറ്റിക്കലി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഉണ്ണിത്താൻ ചേട്ടന് കുറച്ച് എതിരായതാണ് സാഹചര്യം. കാരണം മുസ്തഫയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ പറഞ്ഞ ഫാക്ടർ. പക്ഷേ മുസ്തഫയുടെ ഇപ്പോൾ എനിക്കൊന്നും PK ശ്രീമതിയുടെ പേര് കേൾക്കുന്നുണ്ട്, TV രാജേഷിന്റെ പേര് കേൾക്കുന്നു. അതൊക്കെ അവസാന നിമിഷം തള്ളിപ്പോകുന്ന മുസ്തഫ ആവാനാണ് സാധ്യത. കാരണം CPM തിരിച്ചു പിടിക്കേ പറ്റും. മുസ്തഫ ജനകീയനാണ്. പിന്നെ വേറെ ആരോണെന്ന് രാഷ്ട്രീയ കൊലപാതക കേസിലൊക്കെ മൂപ്പരെ പിന്നെ കണ്ണൂർ ഒരു ഗമയാണ്, അതില്ലാത്തൊരു കുറവാണ്. നിങ്ങളല്ലേ ഈ രാഷ്ട്രീയ ഗുണ്ടയ്ക്ക് ഡോക്ടറെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സ്ഥലം കിട്ടും. അത് കണ്ണൂരും അത്രയും ഞങ്ങൾ കേൾക്കുള്ളൂ. ഏത് രാഷ്ട്രീയ ഗുണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതുപോലെ തന്നെ വേറൊരു പ്രമാദ രാഷ്ട്രീയ കൊലപാതക കേസ് പ്രതിയുടെ വീട് കല്യാണത്തിന് MLA പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ മോൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അത് നമ്മുടെ നാട്ടിലെ ഗമയാണ്. തിരുവനന്തപുരത്താണെങ്കിൽ പിന്നെ കുടുംബത്തിലെ കല്യാണം പെണ്ണ് കിട്ടില്ല. അപ്പോൾ അരിത്തമാറ്റിക്കലി പൊളിറ്റിക്കലി CPM അവിടെ സാധ്യത. പിന്നെ ആകപ്പാട് ഉണ്ണിത്താൻ ചേട്ടൻ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഒരു MP എന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയ മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സാധ്യത അവിടെ ഉള്ളൂ. പിന്നെ വികസന രംഗത്താണെങ്കിൽ അവിടെ കാര്യമായിട്ട് വികസനം ഇത്രയും കാലം നടന്നിട്ടില്ല. അല്ല, ഇപ്പോൾ വികസനം ഒന്നും ഇല്ല. അവിടെ 1-2 പേരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ത് വികസനം കാസർഗോഡിനെ ഫുള്ളി അവോയ്ഡ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു. അല്ല, അത് ഉണ്ണിത്താൻ ചേട്ടൻ മാത്രമല്ല, 34 വർഷം മുമ്പ് അവിടെ വർഷമായിട്ട് CPM ആയിരുന്നു. അതിന് മുമ്പ് കുറച്ചു കാലം കോൺഗ്രസ് CPM ആയിരുന്നു. നമ്മളെ AKG ഒക്കെ ജയിച്ചു പോയ മണ്ഡലം അല്ലേ. കടന്നപ്പള്ളി അവിടെ MP ആയിരുന്നു. ഒരിക്കൽ AKG തോൽപ്പിച്ചോണ്ട് MP തോൽപ്പിച്ചോണ്ട്. അപ്പം അവിടെ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും അവിടെ ഇത്രയും കാലം കാര്യമായിട്ട് വികസനം. അതാണ് ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞത്. ഞാനവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ലോക്സഭയിൽ ചോദ്യം ചോദിച്ച ആൾ ഞാനാണ്. ഇത് 5 കോടിയുടെ മറ്റേ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, കതിരൂരിൻ്റെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ പരശുറാം എക്സ്പ്രസ്സിന് അദ്ദേഹം സ്റ്റോപ്പ് അനുവദിച്ചു. മുൻ MP ആയിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ AKGയുടെ മരുവനുണ്ടല്ലോ, കരുണാകരൻ്റെ വീടിന് മുന്നിൽ അത്രയും കാലം പണി തീരാതെ കിടന്നിരുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പണി തീർത്തു കൊടുത്തത് ഞാനാണ്. ഇത്തരം ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം പറയുന്നുള്ളൂ. എൻ്റെ ഈ 4 വർഷത്തിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ 24 വർഷമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളെ കമ്പയർ ചെയ്ത് നിങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ മറ്റൊന്ന് നമുക്ക് BJPയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ 1,76,000 വോട്ടാണ് അവിടെ ലഭിച്ചത്. പക്ഷേ പലപ്പോഴും വലിയ വായിലുള്ള അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യാറുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മൾ അത് കേട്ടിട്ടുമുണ്ട്. എന്താണ് അവർക്ക് അവിടെ സംഭവിക്കുന്നത്? അല്ല, BJPയെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞിട്ട് കർണാടകമായി ഇതിൻ്റെ പകുതി ഭാഗം ഏതാണ് കർണാടകയാണ്. അതായത് തെക്കൻ കാനഡ ജില്ലയിലാണ്. അതാണ് മുമ്പ് SR ബൊമ്മെ കാസർഗോഡ് ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ സംസ്കാരമൊക്കെ അങ്ങനെ, അനിൽ കുംബ്ലെയൊക്കെ ജനിച്ചത് അവിടെയാണല്ലോ. അപ്പം ഈ മഞ്ചേശ്വരം കാസർഗോഡ് ഈ മേഖലയിൽ ഇവർക്ക് നല്ല സ്വാധീനമുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ സംസ്കൃതം സംസാരിക്കുന്ന ഒരു ബ്രാഹ്മണ ഗ്രാമം ഉള്ളത് അവിടെയാണ്. ബാക്കി സംസ്കൃതം ആരും സംസാരിക്കാറില്ല. സംസ്കൃതം സംസാരിക്കുന്ന ബ്രാഹ്മണ ഗ്രാമമുള്ളത് ഈ പറയുന്ന മഞ്ചേശ്വരം കാസർഗോഡ് റീജിയനിലാണ്. അപ്പോൾ അവിടെ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, കന്നഡികക്കാരുടെ ഇടയിൽ, ഈ തുളു വംശത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ ഇവരൊക്കെ BJPക്ക് സ്വാധീനമുണ്ട്. പക്ഷേ കേരളത്തിൽ BJP നിങ്ങൾക്ക് അറിയാലോ, 4 ആളുടെ 8 ഗ്രൂപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അവിടെ തന്നെ 2-3 ഗ്രൂപ്പ്. അടുത്ത കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ച ആൾ ഇടയ്ക്ക് എന്താ പിരിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നതും കേട്ടു. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് നിലവിൽ BJPക്ക് അവിടെ കിട്ടാവുന്ന എല്ലാ വോട്ടും മറികടക്കാനുള്ള വോട്ട് കല്യാശ്ശേരിയിലും മറ്റേ പയ്യന്നൂരും. അപ്പം അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ പാർട്ടി നശിച്ചിട്ട് ആ പാർട്ടി ഗ്രാമങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ N ബ്ലോക്കായിട്ട് വോട്ടുകൾ സ്വയം നേടിയെടുക്കാൻ പറ്റാതെ BJPക്ക് അവിടെ വലിയ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുക. BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് സെൻട്രൽ ട്രാവൻകൂർ റീജിയനിലാണ്. സെൻട്രൽ ട്രാവൻകൂർ റീജിയനിൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൃദു ഹിന്ദുത്വ മനസ്സ് തന്നെ ഉണ്ട് അവിടെ പല സാഹചര്യങ്ങൾ കൊണ്ട്. തൃശ്ശൂർ തൊട്ടിട്ട് ഏതാണ്ട് തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ, അതിൽ പത്തനംതിട്ട വരെ, കൊല്ലത്തിൻ്റെ ചില ഭാഗങ്ങളുള്ളപ്പോൾ പത്തനംതിട്ട വരെയുള്ള മേഖലയിലാണ് BJP ഇവിടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യത. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് സുരേഷ് ഗോപിനെ കൊണ്ടുവച്ച് തൃശ്ശൂർ ഇട്ടത്. അല്ലേ, ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു തിരിച്ചടി നേരിട്ടു. ഇക്കുറി അത് നികത്താനുള്ള എല്ലാ പരിശ്രമവും അവർ ഗ്രൗണ്ട് വർക്ക് നടത്തി കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആര് 4 വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അത് പക്ഷേ പിടിപെട്ടു പോകാതിരിക്കാൻ ഉണ്ണിത്താൻ ചേട്ടൻ നടത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. അല്ല ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രവർത്തനം നടത്തി വന്ന അവർ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ അത് തടസ്സമാകാൻ ഉള്ള സാധ്യത എങ്ങനെ? ഇല്ല, ഈ ഇലക്ഷന് ഇപ്പോൾ പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും വോട്ടർമാരുടെ മനസ്സ് രണ്ട് തരത്തിലാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ഈ വികസനം നോക്കിയിട്ടോ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മഹത്വം നോക്കിയിട്ടോ ഒന്നും അല്ല പൊതുവേ കേരളത്തിൽ പൊളിറ്റിക്കൽ വോട്ടാണ് വോട്ട് ചെയ്യുന്നത്, മിക്കവാറും പൊളിറ്റിക്കൽ വോട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് വികസനം നോക്കിയിട്ടാണെങ്കിൽ BJP കിട്ടുള്ളൂ, കാരണം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ് അവിടെ. ഇപ്പോൾ കേന്ദ്ര സർവകലാശാലയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുവദിച്ച കോൺഗ്രസ്സുകാരാണ്. അതെന്നാലും അത് ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. റെയിൽവേയിലായാലും അവർ ഒരുപാട്. ഉമ്മൻചാണ്ടിയാണ് അവിടെ മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. പക്ഷേ വികസനം കൊണ്ടൊന്നും ആരും വോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു വോട്ട് നിർണ്ണയിക്കുന്നത് പലപ്പോഴും ഈ പറയുന്ന പോലെ സാമുദായികമായ പ്രശ്നങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുമായിരിക്കും. ജയിക്കേണ്ട വോട്ടുകൾ ഈ നിഷ്പക്ഷമായ ആളുകളാണ്. ഈ കഴിഞ്ഞ തവണ നോക്കിയാൽ ഇപ്പം മുസ്ലിം സമുദായത്തിൽ ഒരു യുവാക്കളായിട്ടുള്ള കുറേ പേരെങ്കിലും ഇടതുപക്ഷത്തേക്ക് അല്പം ചാഞ്ചാടി നിൽക്കുന്ന ഒരു നേച്ചർ ഇവിടെയുണ്ട്. അത് ഈ കാസർഗോഡുണ്ട്, കണ്ണൂരും ഒക്കെ ഉണ്ട് ആ പ്രശ്നം. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് നിന്നപ്പോഴുള്ള ഒരു ഓളമൊന്നും ഇത്തവണ ഇല്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ആരും വിചാരിക്കുന്നില്ല. നേരെ മറിച്ച് BJP ഇവിടെ തോക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ BJPനെ തോപ്പിക്കുന്നത് CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് തർക്കം. അത് നോക്കുമ്പോൾ കുറച്ച് മേൽക്കൈ CPM-നാണ് അക്കാര്യത്തിൽ. എനിക്കത് ഈ ഏകീകൃത സിവിൽ കോഡ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു. ഏകീകൃത സിവിൽ കോഡ് കണ്ട് ഇന്ന് ന്യൂസിൻ്റെ CA ആണ്. CA ഇന്ത്യ മൊത്തം നടപ്പിലാക്കുക 2 ആഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് മുസ്ലിംസിൻ്റെ ഇടയിൽ പേടിയുണ്ടാകും. അതെ, അങ്ങനെ പേടിയുണ്ടാക്കുന്ന സമയത്ത് ഈ ചോദ്യത്തിൽ 2 ഉത്തരമാണ് വരിക. ദേശീയ തലത്തിൽ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ആര്? കോൺഗ്രസ്സിന്. പക്ഷേ കോൺഗ്രസ് സോഫ ദേശീയ തലത്തിൽ ശക്തിപ്പെടുന്നതിൻ്റെ ലക്ഷണമൊന്നും ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവിടെ മിനിമം BJP-ക്കാർ വീട്ടിൽ കയറി വന്നാൽ സംരക്ഷിക്കാൻ CPM-മാരുണ്ട്, പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ എന്ന് പറയണം, മുസ്ലിം ബാക്കി CPM-മാരെ വലിയ കാര്യമൊന്നുമല്ല. പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ്. അതിൻ്റെ പുറത്ത് ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു തരംഗം വരുമോ നമുക്കറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് LDF-ന് വലിയ ഒരു അപ്പർ ഹാൻഡ് ഈ പറഞ്ഞ കാസർഗോഡ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിലുപരിയായിട്ടാണ് ഈ പറഞ്ഞ മുസ്തഫ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യാത്രകളുടെ ഒരു കാലമാണ്. ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്രയുണ്ട്, ഇപ്പോൾ K. സുരേന്ദ്രൻ കാസർഗോഡ് തുടങ്ങിയ യാത്രയുണ്ട്, വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ യാത്രകൾ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും ഒരു മാറ്റം ഉണ്ടാക്കില്ല. അത് അങ്ങനെ ഒരു ആപ്പാണെങ്കിൽ അടുത്ത കാലത്ത് ഒരു യാത്ര എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ്. പിണറായി വിജയൻ പണ്ട് ഒരു യാത്ര നടത്തി പാർട്ടി സെക്രട്ടറി ആയ സമയത്ത്. അത് CPM-ന്റെ ഈ വികസന വിരോധ മനോഭാവമൊക്കെ മാറ്റുന്നതിലും ന്യൂനപക്ഷ വിരുദ്ധമെന്ന് തോന്നിയ സമീപനങ്ങൾ അങ്ങനെ അല്ല എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ഏത് യാത്ര ഇവിടെ നിന്ന് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളൂ? വെള്ളാപ്പള്ളിയുടെ യാത്ര അത് പറയണം. വെള്ളാപ്പള്ളിയുടെ യാത്ര ഭയങ്കര ലോക്സഭ നിയമസഭ വെള്ളാപ്പള്ളി സത്യത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് മാറ്റം ഉണ്ടാകാൻ പറ്റുമായിരുന്നു. മൂപ്പര് ഇലക്ഷൻ തോറ്റ സമയത്ത് മൊത്തം മാറ്റി ചവിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിലയില്ലാത്ത അവസ്ഥയായിപ്പോയത്. ശരിക്കും അത് എല്ലാവരും പേടിച്ചില്ലേ? വെള്ളാപ്പള്ളിയുടെ യാത്ര എന്തൊരു കവറേജ് ആയിരുന്നു, എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ മൂപ്പര് ഈ തുഷാറിനെ പോലെ കൺസിസ്റ്റൻ്റായി നിൽക്കില്ല, അതാണ് പ്രശ്നം. പക്ഷേ യാത്രകൾ എനിക്ക് കൊണ്ട് ഗുണമുണ്ടാക്കിയെങ്കിൽ അത് ഈ നവകേരള യാത്രയായിരിക്കും. അത് നോക്കണം നമ്മൾ. പക്ഷേ കാരണം അതിലൊരു ഈ പിണറായി വിജയൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരു യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് പുള്ളി. നവകേരള യാത്ര ഇപ്പം നടത്തിയോ അതിന് മുമ്പ് നടത്തിയോ? ഇല്ല, ഇപ്പം നടത്തിയ നവകേരള സദസ്സ്. പക്ഷേ അതിനകത്തൊരു ലക്ഷ്യം കാണുന്നുണ്ട്. അതായത് ഈ ഇവിടുത്തെ ഒരു ഭരണപരമായ ഒരു സാമ്പത്തികമായ ഒരു പരാജയം, അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനെ കെട്ടിയേൽപ്പിക്കാനും ഇവിടുത്തെ ഒരു മൈനോറിറ്റി അവരുടെയൊക്കെ ഒരു സംരക്ഷകനായിട്ട് CPM ആണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനും ആ സദസ്സിൻ്റെ ഈ പരിപാടി കൊണ്ട് കഴിഞ്ഞു. ജനങ്ങൾക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നണിക്ക് ഭയങ്കര മൈലേജ് കൊടുക്കും. അങ്ങനെ കുറച്ച് കാലം വിഷയങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ അതിലുപരിയായിട്ട് ആ യാത്ര ജനങ്ങൾ കാണാൻ എങ്ങനെ അറിയോ? കുറച്ച് പരാതികൾ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഈ പരാതികൾ എത്രത്തോളം പരിഹാരം കണ്ടെന്നുള്ള ഫൈനലി നോക്കും. അത് കുറച്ച് ഒരു 30% എങ്കിലും പരാതികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ട് പരിഹാരം കാണാൻ പറ്റിയാൽ അത് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകും. KPCC പ്രസിഡന്റിന്റെ യാത്രയും നടക്കുന്നുണ്ടെന്നോ? ഈ യാത്ര പണ്ട് മഹാത്മാഗാന്ധി നടത്തിയ കാലത്ത് ഇതിനൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാവോ നടത്തിയ കാലത്ത് ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇത് ആ ജനങ്ങളുടെ ഒരു ആസ്പിറേഷൻ ആയിരുന്നു അത്. അതായത് ബ്രിട്ടീഷ് ഭരണം മാറണം, അല്ലെങ്കിൽ ചൈനയിൽ എന്താ പറയുക ഈ കർഷക വിരുദ്ധ സമീപനങ്ങൾ മാറണമെന്നുള്ളത്.
അപ്പോൾ ജനങ്ങൾ അതിൻ്റെ ഭാഗം. ഇപ്പം മാവോ യാത്ര തുടങ്ങിയ സമയത്ത് വലിയ സ്വാധീനം ഉണ്ടായി, പക്ഷേ ആ യാത്ര ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് വൻ സപ്പോർട്ട് ഉണ്ടായി. ഗാന്ധി ഏതാണ്ട് 100-90 ആളെ വെച്ചിട്ടാണ് യാത്ര നടത്തിയത്, പക്ഷേ അതിൻ്റെ ഇമ്പാക്ട് ഇന്ത്യ മൊത്തമായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ ഓടിക്കുക എന്നുള്ള നമ്മളെ മോട്ടീവായിരുന്നു. ഈ ജാഥ കണ്ടാൽ നമ്മൾ മറ്റേ അയ്മന സിദ്ധാർത്ഥം നടത്തിയ ജാഥ പോലെ നാട്ടുകാർക്ക് തോന്നും ഈ ജാഥകളൊക്കെ കാണുമ്പോൾ. അല്ല, ജാഥകൾ ഗുണമുണ്ട്. ഇപ്പോൾ ഈ LK അദ്വാനിയുടെ യാത്ര ഭയങ്കര സംഭവം. ചന്ദ്രശേഖർ നടത്തിയ ഭാരതയാത്ര അതൊരു ഭയങ്കര സംഭവം. ഈ കർണാടകത്തിൽ BJPയുടെ ഒരു ഉദയം ഉണ്ടാക്കിയത് യെദ്യൂരപ്പ നടത്തിയ കർഷക യാത്രയാണ്. മൈസൂരിൽ നിന്ന് നടത്തി, ഇവിടെ ഷിമോഗ അതേസമയം ഇപ്പോൾ ഈ കോൺഗ്രസ് നടത്തുന്ന ഒരു യാത്ര, അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സന്ദേശം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ട് നേതാക്കൾ ഒരുമിച്ച് യാത്ര നയിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചൊരു അവമതിപ്പാണ്. ഒരു പ്രശ്നം പറയാം. ഇപ്പോൾ നിങ്ങൾ വാജ്പേയിയുടെ യാത്ര, അഡ്വാനിയുടെ യാത്ര എന്ന് വെച്ചാൽ ഹിന്ദുത്വ വികാരം, രാമൻ എന്നുള്ള അഡ്വാനി പോലും തിരിച്ചറിയുന്നത് രാമനത്തിൽ ഇമ്പാക്ട് ആ ജാഥയോട് കൂടിയിട്ടാണ്. കാരണം രാമൻ എന്നുള്ള വികാരം എല്ലാവരുടെയും വികാരമായിരുന്നു. രണ്ട്, ചന്ദ്രശേഖരനായ ജാതി എന്നുള്ളൊരു കാര്യം, അവിടുത്തെ ജാതി പൊളിറ്റിക്സ്, അത് അവിടെയുള്ള OBC കാരൻ്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. യെദ്യൂരപ്പയുടെ കാര്യവും അത് തന്നെയാണ്. അവിടെയുള്ള ഈ വൃത്തികെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഭരണത്തിൻ്റെ ഇടയിൽ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള പ്രതീതി നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ കാസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ബാക്കി യാത്രകളൊക്കെ നോക്കൂ. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്രകളുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു പ്രഹസനം എന്ന രീതിയിൽ നടത്തുന്ന യാത്രകളല്ലാതെ വേറെ. ഇപ്പോൾ പിണറായി വിജയൻ്റെ നവകേരള യാത്ര ഞാനൊരു ഒരു മൈൽ സ്റ്റോണായി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ CPM-ൻ്റെ ഈ വൃത്തികെട്ട വികസന വിരുദ്ധത. സത്യം പറയാല, വികസന വിരുദ്ധത ഉണ്ടായിരുന്നു CPM-ന്. കമ്പ്യൂട്ടർ വന്ന് എന്തിനേയും വന്ന് എതിർക്കുക, പിന്നെ ഞങ്ങൾ തലേനല്ല എതിർത്ത് വാലിനാണ് എതിർത്തെന്ന് പറയാം. ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ നോക്കുകൂലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ശക്തമായ നിലപാടെടുത്തു. പിന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധത CPM-നുണ്ടെന്ന് ഇപ്പോൾ എൻ്റെ കുടുംബങ്ങളിലൊക്കെ തന്നെ ആളുകൾ പറയുന്നത്. എടാ, RSS-കാരല്ല CPM-കാരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ എന്നോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പിണറായി വിജയന് പറ്റിയിട്ടുണ്ട്. ആ ഇമേജ് മാറ്റിയൊരു യാത്രയാണ് പിണറായി വിജയൻ്റെ നവകേരള യാത്ര. അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അതിനേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം മേഖല നേതാവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഷിഫ്റ്റ് അവിടെ തൊട്ടാണ് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു തുടങ്ങിയത്. അതൊന്നല്ലാതെ ഇവർ ഇപ്പോൾ സുരേന്ദ്രൻ യാത്ര നടത്തുന്നത് എന്ത് കാര്യം? ഏതൊരു യാത്ര സുരേന്ദ്രൻ്റെ വയറൊക്കെ അങ്ങനെ ചാടിക്കുന്നത് കണ്ട് ഇതൊരു ഫോട്ടോ വെള്ളാനേറ്റാൻ വെച്ചിട്ട്. എന്തായാലും ഈ യാത്രകൾ ജനങ്ങളുടെ മനസ്സിലേക്കായിരിക്കണം, അല്ലാതെ വോട്ട് കിട്ടില്ല, ഭരണത്തിൽ തുടരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ സാധിക്കില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ണിത്താന് ജയിക്കാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എതിർചേരിയിലെ സ്ഥാനാർത്ഥികൾ ആരെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാത്തിരിക്കാം കാസർഗോഡ് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾക്കായി. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്ന ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ PH സനൽകുമാർ, ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി ഒത്തുചേരാം. നമസ്കാരം.